ദേവസ്വം ബോർഡിന്റെ ഒരു മുൻ പ്രസിഡന്റ് എൻ വാസു, അദ്ദേഹം വന്ന് കമ്മീഷണറാണ്, ദേവസ്വം കമ്മീഷണറാണ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, ഇവരൊക്കെ ഇത് സംബന്ധിച്ച ഫയലിൽ എഴുതിയിരുന്നത് പിത്തളപ്പാളി എന്നാണ്. പിത്തളപ്പാളി, ചെമ്പല്ല, പിത്തളപ്പാളി എന്നാണ് വാസുവും സുധീഷ് കുമാറും മുരാരി ബാബുവും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷെ അത് ചർച്ചയ്ക്ക് വന്നപ്പോൾ നമ്മുടെ പ്രസിഡന്റിന് പത്മകുമാറിന് ഈ പിത്തളപ്പാളി അത്ര പിടിച്ചില്ല. മറ്റവരങ്ങനെ എഴുതാൻ കാരണം ഈ പിത്തളയും സ്വർണവും തമ്മിൽ സാമ്യമുണ്ടല്ലോ, നിറത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു സാമ്യമുണ്ട്. അപ്പൊ ആരും സംശയിക്കില്ല എന്ന് വിചാരിച്ചു. അപ്പൊ പത്മകുമാർ പറഞ്ഞു, ഈ പിത്തള എന്ന് പറഞ്ഞാല് അല്പം കൂടിപ്പോകും, അതുകൊണ്ട് നമുക്ക് ചെമ്പ് മതി. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഈ ഫയലില് പിത്തളപ്പാളി എന്ന് മറ്റേ 3 സഖാക്കൾ എഴുതിയിരുന്നത് അങ്ങ് വെട്ടി, എന്നിട്ട് അതിന്റെ പുറത്ത് ചെമ്പ് എന്ന് എഴുതി ചേർത്തു, സ്വന്തം കൈപ്പടയില്. എന്തു ചെയ്യാം, കൈപ്പട ചതിച്ചാശാനെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവസാനം ഈ ഒരു സംഭവത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ട് പത്മകുമാർ വരിക. അതായത് മറ്റവര് പിത്തളപ്പാളി എന്ന് എഴുതിയെടുത്ത് അത് സ്വർണമാകട്ടോ, സ്വർണ്ണപ്പാളിയാ, അതിനെ മറ്റവര് പിത്തളപ്പാളിയാക്കി. പത്മകുമാർ അതിനെ ചെമ്പ് പാളിയാക്കി, കുടുങ്ങുകയും ചെയ്തു. നല്ല ഫസ്റ്റ് ക്ലാസ് കുടുക്ക് എന്ന് വേണം അതിനെ പറയാൻ. സ്വയം വരുത്തി വെച്ച വിന.